വെൽക്കം ടു ETP മാത്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചില പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ ഈക്വൽ ടു തീറ്റ where theta in minus pi by 2 closed interval minus pi by 2 pi by 2, cos inverse cos theta equal to theta theta in 0 pi, tan inverse tan theta equal to theta theta in open interval minus pi by 2 pi by 2, cosec inverse cosec theta equal to theta theta in minus pi by 2 pi by 2 minus 0, cot inverse cot theta equal to theta theta in 0 pi, sec inverse sec theta equal to theta theta in 0 pi minus pi by 2. ഈ റിസൾട്ട് വെച്ചിട്ടാണ് ഈ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. പ്രോബ്ലംസ് നോക്കാം. സൈൻ ഇൻവേഴ്സ് സൈൻ പൈ ബൈ 6ന്റെ വാല്യൂ കാണാം പറഞ്ഞിരിക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഫൈൻഡ് എന്ന് ചോദിക്കാം. അപ്പം ഇങ്ങനെ വന്നാൽ സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ ഈക്വൽ ടു തീറ്റ എന്നാണ്. സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ ഈക്വൽ ടു തീറ്റ. ആ തീറ്റ ഏതിലായിരിക്കണം? മൈനസ് പൈ ബൈ 2 പൈ ബൈ 2ലായിരിക്കണം. അപ്പം എന്ത് കിട്ടി? ദിസ് ഇസ് ഈക്വൽ ടു പൈ ബൈ 6. ഈ പൈ ബൈ 6 നോക്കുക, പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 പൈ ബൈ 2ൻ്റെ ഇടയിലല്ലേ? വിച്ച് ബിലോങ്സ് ടു മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 ആണ് അല്ലേ? ഇനി നോക്കുക, സൈൻ ഇൻവേഴ്സ് സൈൻ 4 പൈ ബൈ 5 ആണെങ്കിലോ എന്താ വരിക? ഈ കിട്ടുന്ന വാല്യൂ ഇതെന്ത് കിട്ടി? സൈൻ ഇൻവേഴ്സ് സൈൻ എന്ന് പറയുന്ന നേരം എന്ത് കിട്ടി? 4 പൈ ബൈ 5 എന്ന് പറയുന്ന നേരം ഡസ് നോട്ട് ബിലോങ്സ് ടു മൈനസ് പൈ ബൈ 2 പൈ ബൈ 2. ഇതിലല്ല 4 പൈ ബൈ 2 ഉണ്ടാകുക. ഇത് സൈൻ ഇൻവേഴ്സ് സൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ, തീറ്റ എങ്ങനെ എഴുതുകയാണെങ്കിൽ ആ തീറ്റ എവിടെ ഉണ്ടായിരിക്കണം? മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 ഇവിടെ മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 ഇതുള്ളത് അല്ലേ? അല്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മാറ്റണം. അപ്പം എങ്ങനെ മാറ്റാം? സൈൻ ഇൻവേഴ്സ് സൈൻ എങ്ങനെ എഴുതാം? 5 പൈ മൈനസ് പൈ എന്ന് എഴുതാം. 5 പൈ മൈനസ് പൈ 4 പൈ പൈ 5 അങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് സൈൻ അല്ലേ? അപ്പോൾ എന്ത് കിട്ടി? 5 പൈ ബൈ 5 എന്ന് പറഞ്ഞാൽ പൈ പൈ മൈനസ് പൈ ബൈ 5 എന്ന് കിട്ടി അല്ലേ? പൈ മൈനസ് പൈ ബൈ 5 എന്ന് കിട്ടി. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് എങ്ങനെ എഴുതാം? സൈൻ പൈ മൈനസ് തീറ്റ സൈൻ തീറ്റ അല്ലേ? സൈൻ പൈ മൈനസ് തീറ്റ എന്താ ഫോർമുല? സൈൻ തീറ്റയാണ്. അപ്പം സൈൻ പൈ ബൈ 5 എന്ന് കിട്ടില്ലേ? അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു പൈ ബൈ 5 എന്ന് കിട്ടി. ഈ പൈ ബൈ 5 ഏതിൽ വരും? ഏതിൽ എലമെൻ്റാണ്? എലമെൻ്റ് ഇൻ മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 ആയിരിക്കും അല്ലേ? എങ്ങനെയാണ് ചെയ്യുക? അപ്പം ഇവിടെ നോക്കുക, സൈൻ ഇൻവേഴ്സ് സൈൻ പൈ ബൈ 6 എന്നാൽ പൈ ബൈ 6 ആണ്. ഈ പൈ ബൈ 6 സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ ഈക്വൽ ടു തീറ്റ. തീറ്റ എവിടെ ആയിരിക്കണം? ഇതിൻ്റെ ഇടയിലായിരിക്കണം. ഇതിനുള്ളിൽ വരണം. അതുപോലെ ഇവിടെ പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വരില്ലേ? മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 ഇടയിൽ വരും. അതുപോലെ സൈൻ ഇൻവേഴ്സ് സൈൻ 4 പൈ ബൈ 5 എടുത്താൽ പക്ഷെ 4 പൈ ബൈ 5 ആ കിട്ടുക. ആ 4 പൈ ബൈ 5 ഏതിൽ വരില്ല? മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 വരില്ല. വരുമോ? അപ്പോൾ നമ്മൾ ഇതിനെ മാറ്റണം. 4 പൈ ബൈ 5 മാറ്റണം. 4 പൈ ബൈ 5 എങ്ങനെ മാറ്റാം? 5 പൈ മൈനസ് പൈ ബൈ 5 എന്ന് എഴുതാം. ഇത് 4 പൈ ആയില്ലേ? അപ്പം ഇങ്ങനെ എഴുതാം. ഇതിന് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? പൈ മൈനസ് പൈ ബൈ 5 എന്ന് എഴുതാം. അപ്പോൾ സൈൻ പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ സൈൻ പൈ മൈനസ് തീറ്റ സൈൻ തീറ്റയാണ്. അപ്പോൾ സൈൻ പൈ ബൈ 5 എന്ന് കിട്ടി. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ എന്ന് കിട്ടി. സൈൻ ഇൻവേഴ്സ് സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? പൈ ബൈ 5 എന്ന് കിട്ടി. ഈ പൈ ബൈ 5 ഏതിനിടയിലാണ്? മൈനസ് പൈ ബൈ 2 പൈ ബൈ 2ൻ്റെ ഇടയിലാണ്. അപ്പം അങ്ങനെയാണ് ചെയ്യാം. ഇനി ഇതിങ്ങനെ ബുദ്ധിമുട്ടാണെന്ന് കരുതാം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കിട്ടുന്നില്ല. ഇതെന്താണെന്ന് നോക്കാം. ഇങ്ങനെയാണ്. ഇങ്ങനെയും വേണം നോക്കാം. ഈ 4 പൈ ബൈ 5 എന്ന് പറയുന്ന നേരം അതിനെ ഡിഗ്രിയിലാക്കുകയാണെങ്കിൽ 180 ബൈ അല്ലേ
180 പൈ ബൈ അല്ല 180 ബൈ പൈ ഇങ്ങനെ എഴുതാം അല്ലേ. അപ്പം എന്ത് കിട്ടി? ക്യാൻസൽ ചെയ്ത് 5 ക്യാൻസൽ ചെയ്ത് 36 144 ഡിഗ്രി എന്ന് കിട്ടും. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ 144 ഡിഗ്രി എന്നാണ് കിട്ടുക. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ 144 ഡിഗ്രി എന്ന് പറയുന്ന ഇതിൻ്റെ ഇടയിൽ വരില്ല, -π/2 π/2ൻ്റെ ഇടയിൽ വരില്ല. അപ്പം 144നെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി എഴുതണം. അപ്പം അങ്ങനെ ചെയ്താൽ സൈൻ ഇൻവേഴ്സ് സൈൻ ഇങ്ങനെ എഴുതാം 180 - 36 ഇങ്ങനെ എഴുതാം അല്ലേ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ എന്ന് പറഞ്ഞ അപ്പം സൈൻ ഇൻവേഴ്സ് സൈൻ 36 എന്ന് എഴുതാം. 36 എന്ന് എഴുതാൻ പറ്റും അല്ലേ. അപ്പം ഇതിന് 36 ഡിഗ്രി എന്ന് കിട്ടും. 36 ഡിഗ്രി എന്ന് കിട്ടും. 36 ഡിഗ്രി എന്ന് കിട്ടും. ഈ 36 ഡിഗ്രീനെ നമ്മൾ റേഡിയനിലേക്ക് മാറ്റാം. 36 × π/180. അപ്പം കട്ട് ചെയ്ത് പോയി 5. അപ്പോൾ π/5 എന്ന് കിട്ടി. ഈ π/5 ഏതിൽ എലമെൻ്റാണ്? -π/2 π/2 എലമെൻ്റാണ്. അപ്പോൾ ഇങ്ങനെ വന്നാൽ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഈ പിന്നെ ഇതിലായിരിക്കണം π/6 വരുന്നത്. -π/2 π/2ൻ്റെ ഉള്ളിലായിരിക്കണം π/6 വരുന്നത്. ഇതെന്തുകൊണ്ട് അങ്ങനെ എടുത്തില്ല? ഇവിടെ 4π/5 ഡസ് നോട്ട് ബിലോങ്സ് ടു -π/2 π/2. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ക്ലിയർ? ഇനി കോസിൻ്റെ നോക്കാം. കോസ് എല്ലാം ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. കോസ് π/4 കോസ് ഇൻവേഴ്സ് കോസ് π/4 അല്ലേ. അതങ്ങനെ ചെയ്യാം. കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ ഈക്വൽ ടു തീറ്റ. തീറ്റ എവിടം വരെ ഉണ്ട്? 0 to π വരെ പോകാം അല്ലേ. 0 to π വരെ വരാം. അപ്പം എന്ത് കിട്ടി? ഈക്വൽ ടു π/4 എന്ന് എഴുതിയാൽ മതി. π/4 ആ π/4 ഇതിൻ്റെ ഇടയിലല്ലേ, ബിലോങ്സ് ടു 0π ആണ് അല്ലേ. ക്ലിയർ? അതുപോലെ കോസ് ഇൻവേഴ്സ് 2π/3 കോസ് ഇൻവേഴ്സ് കോസ് 2π/3. ഇവിടെ നോക്കൂ, 2π/3 ഏതിനിടയിലാണ്? 0πൻ്റെ ഇടയിൽ തന്നെയാണ് അല്ലേ. 2π/3 എന്ന് പറയുന്നത് 0πൻ്റെ ഉള്ളിലാണ് വരിക. 2π/3 ഡിഗ്രിയിലാക്കാണ് എത്ര വരിക? 120 അല്ലേ. 120 എന്നല്ലേ വരിക. അപ്പം ഇതിനെ ഡിഗ്രിയിലാക്കുകയാണെങ്കിൽ 2π/3 × 180/π ഇട്ടാൽ അപ്പം 60 120 എന്ന് പറയുന്നത് 0ൻ്റെയും πൻ്റെ ഇടയിൽ തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ നേരിട്ടിട്ടതിന് 2π/3 എന്ന് എഴുതാം. അത് ഏതിൻ്റെ എലമെൻ്റാണ്? ഏതാണ്? 0πയിലാണുള്ളത്. ക്ലിയർ ആയോ? കോസിൻ്റെ എങ്ങനെയാണ് ചെയ്യുക? ക്ലിയർ? ഇനി അടുത്തത് ടാൻ ഇൻവേഴ്സ് ടാൻ 4π/3 എങ്ങനെയാണ് ചെയ്യുക? ടാൻ ഇൻവേഴ്സ് ടാൻ 4π/3 ഇങ്ങനെ എഴുതാം. 4π/3 എന്ന് എഴുതിയാൽ ഇങ്ങനെ 4π/3 എന്ന് എഴുതിയാൽ അത് ഏതിലെ എലമെൻ്റ് ആണോ? -π/2 π/2 ആണ് പറയുന്നത്. -π/2 π/2ൻ്റെ ഉള്ളിൽ വരുമോ? ഡസ് നോട്ട് ബിലോങ്സ് ടു -π/2 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 π/2. അപ്പോൾ ഇതിനെ മാറ്റണം. 4π/3നെ മാറ്റണം അല്ലേ. 4π/3നെ എങ്ങനെ മാറ്റാം? ടാൻ ഇൻവേഴ്സ് ടാൻ π + π/3 എന്ന് എഴുതിക്കൂടെ? π + π/3 π + π/3 3π + π 4π/3 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ടാൻ എന്ത് കിട്ടി? ടാൻ π + θ ടാൻ തീറ്റയാണ് അല്ലേ. തേർഡ് ക്വാർട്ടറിൽ ടാൻ പോസിറ്റീവാണ്. ടാൻ π + θ ടാൻ തീറ്റ. അപ്പോൾ ടാൻ π/3 എന്ന് കിട്ടി അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു
ടാൻ ഇൻവേഴ്സ് ടാൻ പൈ ബൈ 3 എന്ന് വരും. ആ പൈ ബൈ 3 ഏതിലെ എലമെൻ്റാണ്? മൈനസ് പൈ ബൈ 2 പൈ ബൈ 2ലെ എലമെൻ്റാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ 4 പൈ ബൈ 3. അപ്പം ഈ 4 പൈ ബൈ 3 എന്തിലെ എലമെൻ്റ് അല്ല? മൈനസ് പൈ ബൈ 2 പൈ ബൈ 2ലെ എലമെൻ്റ് അല്ല. അപ്പം നമ്മൾ ഇതിനെ മാറ്റണം, പൈ പ്ലസ് പൈ ബൈ 3 എന്നാക്കാം. അപ്പോൾ ടാൻ പൈ പ്ലസ് പൈ ബൈ 3, ടാൻ പൈ പ്ലസ് തീറ്റ, ടാൻ തീറ്റ, ടാൻ പൈ ബൈ 3, ടാൻ ഇൻവേഴ്സ് ടാൻ, അപ്പം പൈ ബൈ 3 എന്ന് കിട്ടി. അങ്ങനെയാണ് ടാനിൻ്റെത് ചെയ്യേണ്ടത്. ക്ലിയർ? ഇനി അടുത്തത് സൈൻ 4 പൈ ബൈ 3. അങ്ങനെ വരികയാണെങ്കിൽ എന്താ ചെയ്യുക? 4 പൈ ബൈ 3. അപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നു, സൈൻ ഇൻവേഴ്സ് സൈൻ 4 പൈ ബൈ 3 ഈക്വൽ ടു 4 പൈ ബൈ 3 എന്ന് എഴുതിയാൽ ഈ 4 പൈ ബൈ 3 ഇതിൽ വരില്ല, മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 വരില്ല. അപ്പോൾ നമ്മൾ ഇതിനെ മാറ്റണം. സൈൻ ഇൻവേഴ്സ് എങ്ങനെ എഴുതാം? സൈൻ പൈ പ്ലസ് പൈ ബൈ 3 എന്ന് എഴുതാം. പൈ പ്ലസ് പൈ ബൈ 3 എന്ന് എഴുതാം. അപ്പോൾ 3 പൈ പ്ലസ് പൈ 4 പൈ ബൈ 3, ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് സൈൻ എങ്ങനെ എഴുതാം? മൈനസ് പൈ ബൈ 3 മൈനസ് സൈൻ പൈ ബൈ 3 എന്ന് എഴുതാം. സൈൻ പൈ പ്ലസ് തീറ്റ മൈനസ് സൈൻ തീറ്റ, ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് സൈൻ മൈനസ് പൈ ബൈ 3 എന്ന് ഇങ്ങോട്ട് എടുക്കാം. ഈ സൈൻ മൈനസ് പൈ ബൈ 3 ഈക്വൽ ടു മൈനസ് സൈൻ പൈ ബൈ 3 അല്ല, അപ്പോൾ മൈനസ് ഉള്ളോട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഈക്വൽ ടു മൈനസ് പൈ ബൈ 3 എന്ന് എഴുതാം. ഈ മൈനസ് പൈ ബൈ 3 ഏതിലെ എലമെൻ്റ് ആണ്? മൈനസ് പൈ ബൈ 3 മൈനസ് പൈ ബൈ 2 പ്ലസ് പൈ ബൈ 2ലെ എലമെൻ്റ്, എലമെൻ്റ് ഇൻ മൈനസ് പൈ ബൈ 2 പൈ ബൈ 2. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ ഏത് പ്രോപ്പർട്ടി വെച്ച് ചെയ്യുകയാണെങ്കിലും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്ലിയർ? കോസ് ഇൻവേഴ്സ് കോസ് 13 പൈ ബൈ 6 ആണ് ചോദിക്കുന്നത് കരുതാം. 13 പൈ ബൈ 6. അപ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് 13 പൈ ബൈ 6 0 പൈയിൽ വരില്ല. വരുമോ? 13 പൈ ബൈ 6 0 പൈയിൽ എലമെൻ്റ് അല്ല. അപ്പോൾ നമ്മൾ ഇതിനെ മാറ്റണം. കോസ് ഇൻവേഴ്സ് എങ്ങനെ എഴുതണം? കോസ് എങ്ങനെ എഴുതാം? 2 പൈ പ്ലസ് പൈ ബൈ 6 എന്ന് എഴുതാം. 12 പൈ പ്ലസ് പൈ 13 പൈ ബൈ 6 ഇങ്ങനെ എഴുതാം. That is equal to cos inverse cos എന്തോന്ന് 2 പൈ പ്ലസ് പൈ ബൈ 6 എന്ന് പറയുന്ന നേരം നമ്മൾ കോസ് 2 പൈ പ്ലസ് തീറ്റ കോസ് തീറ്റയാണ്, അപ്പം പൈ ബൈ 6 എന്ന് എഴുതിയാൽ മതി. ഈക്വൽ ടു കോസ് പൈ ബൈ 6 എന്ന് കിട്ടി. സോറി, പൈ ബൈ 6 എന്ന് കിട്ടി. കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ ഈക്വൽ ടു തീറ്റ. ദിസ് ബിലോങ്സ് ടു ഏതാണ്? 0 പൈയിൽ വരും. ക്ലിയർ? അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് 13 പൈ ബൈ 6 0 പൈയിൽ വരാത്തതുകൊണ്ടാണ് ഇതിനിങ്ങനെ മാറ്റി എഴുതിയത്. അടുത്തത് ടാൻ ഇൻവേഴ്സ് ടാൻ 7 പൈ ബൈ 6 എങ്ങനെ എഴുതാം? അപ്പം എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് ടാൻ 7 പൈ ബൈ 6 ഒരിക്കലും എന്തിൽ വരില്ല? മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 വരില്ല. അപ്പം ഇതിനെ മാറ്റണം. 7 പൈ ബൈ 6 ഡസ് നോട്ട് ബിലോങ്സ് ടു മൈനസ് പൈ ബൈ 2 പൈ ബൈ 2. അപ്പം ഇതിനെ മാറ്റണം. ടാൻ ഇൻവേഴ്സ് ടാൻ 7 പൈ ബൈ 6 എങ്ങനെ മാറ്റാം? പൈ പ്ലസ് പൈ ബൈ 6 എഴുതി കൂടെ? പൈ പ്ലസ് പൈ ബൈ 6 ഇങ്ങനെ എഴുതാം. അപ്പം പൈ പ്ലസ് പൈ ബൈ 6 എന്നാൽ 6 പൈ പ്ലസ് പൈ 7 പൈ ബൈ 6 എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ടാൻ പൈ ബൈ 6 എന്ന് കിട്ടി അല്ലേ? അപ്പം പൈ ബൈ 6 എന്ന് കിട്ടി. പൈ ബൈ 6 ബിലോങ്സ് ടു ഏതാണ്? മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 ആണ്. ക്ലിയർ? ഇങ്ങനെയാണത് ചെയ്യേണ്ടത്.